നമുക്ക് ധന്യവാദവും എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. आप सभी को प्रभु यीशु मसीह के मीठे श्रेष्ठ नाम में मेरा प्रेम वंदन को अर्पण करना चाहता हूँ. जरूर एक ഗവാഗി के बाद में वचन के साथ खड़ा रहा. ഒരു സാക്ഷ്യം കഴിഞ്ഞിട്ടാണ് ഞാൻ ദൈവത്തിന്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ നിൽക്കുന്നത്. 13 വർഷം കൊണ്ട് ആനന്ദും ശില്പയും തന്റെ മകളും ഈ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. पिछले 13 साल से आनंद शिल्पा उनकी बेटी कलिशिया के लिए एक आशीष थे. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ വിളിക്കുന്നത് ആനന്ദിനെയാണ്. स्पेशली इन दिनों में काम जब चलता है मैं जल्दी से आनंद को ही बुलाता था. എന്ത് പറഞ്ഞാലും ഓടിപ്പോയത് ചെയ്യുന്ന ഒരു വ്യക്തി. कुछ भी बोलूं तो भाग के जाके करने वाले एक व्यक्ति. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം താൻ ചെല്ലുന്നിടത്ത സഭയ്ക്ക് ആ ദേശത്തിന് താനും കുടുംബം ഒരു വലിയ അനുഗ്രഹം. मैं जानता हूं जहां पर भी ये परिवार जाएगा उस देश के लिए उस कलिशिया के लिए ये परिवार एक आशीष बनेगा. परमेश्वर उनको बहुत आयत से आशीष करने पाए. സഭയോടുള്ള സ്നേഹവന്ദനങ്ങൾ എന്നും അവർക്കുണ്ടായിരിക്കും എന്ന് നിശ്ചയമായും വിശ്വസിക്കുന്നു. मैं विश्वास करता हूं कि कलिशिया के लिए उनका प्रेम निरंतर रहेगा, जरूर रहेगा. ചില വർഷങ്ങളായി സഭയുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചു, ശില്പയെ ഉപയോഗിച്ചു. कई सालों तक परमेश्वर की कृपा से सिस्टर शिल्पा को अकाउंट्स हैंडल करने के लिए परमेश्वर सहायता किया. ഒരു പൈസയുടെ പോലും ഡിഫറൻസ് ഇല്ലാതെ എപ്പോൾ വിളിച്ചാലും കടന്നു വരികയും അക്കൗണ്ടുകൾ ചെയ്യുകയും ചെയ്ത തനിക്ക് ദൈവം ധാരാളമായി തന്നെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. एक भी पैसे का डिफरेंस के बिना जब भी बुलाऊं तब आके अकाउंट टैली करते हुए कोई भी प्रॉब्लम ना रखते हुए लेके चलने वाले उस परिवार को परमेश्वर का धन्यवाद करना चाहता हूं. ദൈവം അനുഗ്രഹിക്കട്ടെ. അവളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവം സഫലീകരിക്കുമോ. बेटी प्रार्थना को परमेश्वर सहायता करे, आशीष करे और उसके हर एक इच्छाओं को परमेश्वर पूरा करे. വലിയ വാഗ്ദത്തങ്ങളുണ്ട്, അതെല്ലാം ദൈവം നിവർത്തീകരിക്കും. परमेश्वर के बड़े वायदे बेटी के जीवन में है, वो पूरा होने पाए. നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിലേക്ക് നമ്മൾ ശ്രദ്ധ. ये सुबह के समय पर परमेश्वर के वचन की ओर अपने ध्यान को ले चले. നിങ്ങൾ ഇതിന്റെ സബ്ജക്റ്റ് നിശ്ചയമായും കണ്ടു കാണും. ഡേഞ്ചർ ഓഫ് ക്രേവിംഗ്, ആസക്തിയുടെ വിപത്തി എന്നൊരു വിഷയത്തെയാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ സംസാരിക്കുവാൻ ദൈവനെ ഏൽപ്പിച്ചിരിക്കുന്നത്. आपने देखा होगा लालसा करने का जो डेंजर है उसके बारे में आपने जरूर सुना होगा, देखा होगा. മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ ഒന്നുകൂടി പറയട്ടെ, ആസക്തിയുടെ വിപത്തി അല്ലെങ്കിൽ ഡേഞ്ചർ ഓഫ് ക്രേവിംഗ് എന്നതിനെ വിളിക്കുന്നു. अगर बोला जाए तो लालसा करने की विपत्ति के बारे में आज मैं आप लोगों के साथ बात करना चाहता हूं. തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നുമാണ് ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. पिछले मंडे के समय पर परमेश्वर ने मेरे दिल के अंदर, हृदय के अंदर दिया हुआ एक बात के तौर पर मैं आप लोगों के सामने खड़े होकर आज बातें करना चाहता हूं. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്റെ ചിന്താമണ്ഡലത്തിൽ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ऐसा है तो पिछले एक हफ्ते से मेरे मन के अंदर में इस विषय को ले चल रहा था. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതൊന്നുണ്ടോ. मैं इसके बारे में जब पढ़ रहा था, चिंता कर रहा था, तो मैंने समझा हुआ एक बात. എവിടെയൊക്കെയോ ദൈവം നമ്മെ ശുദ്ധീകരിക്കുവാൻ, ദൈവം നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. कहीं ना कहीं परमेश्वर हमारी खामियों को, हमारी खमियों को, हमारी हर एक प्रकार की अपवित्रताओं को शुद्ध करना चाहता है. ദൈവത്തിന്റെ വചനം നമ്മെ ബലപ്പെടുത്തുന്നതാണ്, നമ്മളെ ശക്തീകരിക്കുന്നതാണ്, മുറിവുകളെ കിട്ടുന്നതാണ്, നമുക്ക് ബലം പകരുന്നതാണ്. क्योंकि परमेश्वर का वचन हमारे घावों को भरता है और हमारे जीवन के अंदर उसका इच्छा को पूरा करता है. ദൈവത്തിന്റെ വചനമാണ് നമ്മെ പണിയുന്നത്. परमेश्वर का वचन ही हमें बनाता है. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത്. परमेश्वर का वचन हमारे हृदयों को ताड़ना देता है. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ നമ്മെ സഹായിക്കും. परमेश्वर का वचन हमारी खमियों को, हमारी खामियों को दूर करने के लिए सहायता करता है. പരിശുദ്ധാത്മാവിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുപോലെ, എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വചനം അനുഗ്രഹമായിരിക്കും. मैं जानता हूं मेरा ये वचन, परमेश्वर का वचन सुनने वाले आप लोग और मेरे जीवन में ये जरूर आशीष का काम बनेगा. ചിന്താമണ്ഡലങ്ങളിൽ അടുത്തൊരു ലെവലിലേക്ക് ദൈവം നമ്മെ നിശ്ചയമായും നടത്തും. चिंता मंडल में अगली एक विभाग की ओर परमेश्वर में ले चलेगा. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ മനസ്സിലാക്കുക, നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അത്യാഗ്രഹത്തിന്റെ ഒരു വിപത്തി എന്നായിരിക്കാം. शायद आप लोग जब चिंता करेंगे तो ये लालसा का विपत्ति के तौर पर आप इसको शायद चिंता करेंगे. പക്ഷെ ഞാൻ അതിനെ ഒന്ന് വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവാത്മാവ് എന്താണ് സംസാരിക്കുവാൻ लेकिन मैं ആഗ്രഹിക്കുന്നത്. इसके बारे में अगर गहराई में चलूं तो आप लोग समझ पाएंगे कि परमेश्वर आप लोगों से क्या बातें करना चाहता है. ആധാരമായി ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തേക്ക് നമ്മൾ ചിന്തയൊന്ന് തിരിക്കാം. इसके तौर पर परमेश्वर के वचन की ओर अपने ध्यान को ले चले. സംഖ്യാപുസ്തകം, ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. गिनती का पुस्तक 11वीं अध्याय उसकी पहली आयत से 4वीं आयत तक हमारे ध्यान को ले चले. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തും. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിന്റെ അറ്റങ്ങളുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു.
അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരായി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി. 4-ാമത്തെ വാക്യമാണ് പ്രത്യേകിച്ചും ഇന്ന് പകൽക്കാൽ ചിന്തിക്കുന്നത്. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതിയും ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഇതാണ് അവരുടെ ചോദ്യം. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഹൂ വിൽ ഗിവ് us meat to eat? यहाँ पर देखा जाने से इजरायली जन परमेश्वर की ओर पर परमेश्वर के मुख को ताकते हुए पूछने वाली सवाल ये है कि हमें खाने के लिए मांस कौन देगा? പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലത്ത് തിരുവചനവുമായി സ്തോത്രം പറയുന്ന സംസാരിക്കുമുറാകണമേ. അവർ ഞങ്ങളെ ശുശ്രൂഷിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഒക്കെ ഓർമ്മിപ്പിച്ച് പരിഹരിച്ചു തരുമുറാകണമേ. ഞങ്ങൾക്കൊരു പുതിയ ജീവൻ നൽകണമേ എന്നോ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. ഇതിനെ ഒരുമിച്ച് പറഞ്ഞിട്ടെ ആമേൻ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ध्यान से सुनिए. ഇവിടെ ഒരു ചോദ്യമാണ്. यहाँ पर एक सवाल है, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? हमें खाने के लिए मांस कौन देगा? നമുക്ക് ഈ ചോദ്യത്തെ ഇങ്ങനെ ഒന്ന് എടുക്കാം. हम इस सवाल को इस प्रकार लें, അവർക്ക് തിന്മാൻ ഇറച്ചി വേണം. उनको खाने के लिए मांस ആ चाहिए. ഇറച്ചി അവർ वो ചോദിക്കുകയാണ്. मांस को पूछ रहे हैं. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിൽ എന്താ തെറ്റാ? उसमें ऐसा है तो गलत क्या है? ഇറച്ചി ചോദിക്കുന്നത് തെറ്റാണോ? क्या मांस पूछना गलत है क्या? അല്ല, അതും സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവല്ലേ? स्वर्गीय परमेश्वर हमारे पिता हैं. നമ്മുടെ പിതാവിനോട് നമുക്ക് ആവശ്യമുള്ള ഒരു ആഹാരമാകട്ടെ, ഒരു വസ്ത്രമാകട്ടെ, ഒരു ഭവനമാകട്ടെ, ഒരു ജോലിയാകട്ടെ ചോദിക്കുന്നത് തെറ്റാണോ? क्या हमारे स्वर्गीय पिता से हमारी आवश्यकता शायद वस्त्र हो, एक भवन हो, एक गाड़ी हो, एक आशीष हो, क्या वो पूछना गलत है? തിന്മാൻ ഇറച്ചി തന്നെയാകട്ടെ തെറ്റായ ചോദ്യമാണ്. तो खाने के लिए भोजन या मांस भी क्यों ना हो, क्या वो गलत सवाल है? ഒരിക്കലും തെറ്റായ ചോദ്യമല്ലെന്നാണ് ഈ തിരുവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചത്. पवित्र आत्मा ने ये वचन के आधार पर मुझे सिखाया है कि ये बिल्कुल गलत नहीं है. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞ ഒരു വചനത്തിൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. नहीं, नए नियम में यीशु ने बोला हुआ एक वचन के आधार पर अगर ध्यान करें, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ मत्ती रचित सुसमाचार 7वीं अध्याय की ओर अगर ध्यान ले चले, ഇവിടെ പർവ്വത പ്രസംഗം നടന്നതിന് ശേഷമുള്ള യേശുവിന്റെ ചില വചനങ്ങളാണിത്. यहाँ पर हम जानते हैं पहाड़ी प्रचार के बाद होने वाली एक संदर्भ जहाँ पर यीशु मसीह बातचीत कर रहे हैं. 7-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് 7-8 വാക്യങ്ങൾ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചു. 7 का 7 और 8 इस प्रकार यीशु मसीह में सिखाते हैं, मांगो तो तुम्हें दिया जाएगा, ढूंढो तो तुम पाओगे, खटखटाओ तो तुम्हारे लिए खोला जाएगा, क्योंकि जो कोई मांगता है उसे मिलता है, और जो ढूंढता है वह पाता है, और जो खटखटाता है उसके लिए खोला जाएगा. ചോദിക്കുവാൻ യേശു കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുക. ऐसा है तो पूछने के लिए, मांगने के लिए यीशु मसीह भी हमें सिखाते हैं. 9-10 വാക്യത്തിൽ യേശു പറഞ്ഞു, उसका 9 और 10वीं आयत में यीशु कहते हैं, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? तुम में से ऐसा कौन मनुष्य है कि यदि उसका पुत्र उसको रोटी मांगे तो वो उसे पत्थर दे? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? या मछली मांगे तो उसे सांप दे? ഇത് രണ്ടും ഒരു ചോദ്യമാണ്. ये दो एक सवाल है. നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് എടുത്തു കൊടുക്കുന്നത്? आप में से कौन है अगर तुम्हारे संतान तुमसे अगर रोटी मांगे तो पत्थर दे? നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീനിനെ ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കുന്നത്? तुम में से ऐसा कौन है अगर तुम्हारे संतान तुमसे मछली मांगे तो तुम्हें उससे सर्प दे? ഇവിടെ ആഹാരത്തിന്റെ വിഷയം തന്നെയാണ് യേശു കർത്താവ് പറയുന്നത്. भोजन के ही विषय के आधार पर यीशु मसीह बातें कर रहे हैं. യേശു പറഞ്ഞു, उसके बाद उन्होंने कहा, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. अतः जब तुम बुरे होकर अपने बच्चों को अच्छी वस्तुएं देना जानते हो तो तुम्हारा स्वर्गीय पिता अपने मांगने वालों को अच्छी वस्तुएं क्यों ना देगा? അപ്പൊ യേശു തന്നെ പറയുന്നു, തന്നോട് ചോദിക്കുന്നവർക്ക് നന്മയല്ലാതെ തിന്മയല്ല ദൈവം ചെയ്യുന്നത്, തിന്മയല്ല ദൈവം കൊടുക്കുന്നത്. यीशु मसीह स्वयं कहते हैं कि मांगने वालों को अच्छाई के बला, अच्छाई के बगैर मेरा परमेश्वर कभी भी उनको बुराई नहीं देता. അപ്പൊ അങ്ങനെ ഈ തിരുവചനത്തിൽ നിന്നുകൊണ്ട് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ऐसा है तो इस वचन के आधार पर अगर ध्यान किया जाए, ഇസ്രായേൽ ജാതികൾ ദൈവത്തോട് കഴിക്കുവാൻ മാംസം ചോദിച്ചത് തെറ്റ് ഒരിക്കലുമായിരുന്നില്ല. इजरायलियों के संतान अगर परमेश्वर से मांस अगर मांगा है तो बिल्कुल भी गलत नहीं है. പിന്നെ എന്താ തെറ്റായി പോയത്? फिर क्या गलत हुआ है? അവിടെയാണ് ഇന്ന് പകൽക്കാൽ നമ്മുടെ ചിന്താ വിഷയം. वहां पर हमारी चिंता का विषय होगा. ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിരിക്കുന്ന പദം ക്രേവിംഗ് എന്നാണ്. इंग्लिश में इसको क्रेविंग करके बोला है. സോ ഈ ക്രേവിംഗ് എന്ന പദത്തിന് അതിന് 2 രീതിയിൽ നമുക്ക് എടുക്കുവാൻ കഴിയും. क्रेविंग को 2 रीति में हम ले सकते हैं. അത് ചിന്തിക്കുന്ന വ്യക്തി
വ്യക്തിയുടെ ആ ആഗ്രഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താ മണ്ഡലത്തെ ആസ്പദിച്ചായിരിക്കും ആ വചനത്തെ നമുക്ക് നിർവചിക്കുവാൻ കഴിയും. चिंता करने वाले चिंतक के रीति से उसको हम ले सकते हैं, समझ सकते हैं. ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ രണ്ട് പദങ്ങൾ ഞാൻ കാണുവാൻ കഴിയും. परमेश्वर की पवित्र शास्त्र में दो पदों को हम देखते हैं. ക്രേവ്, മറ്റൊന്ന് ഗ്രീഡ്. एक है क्रेव करना, दूसरा है ग्रीड. एक है कामुकता, दूसरा है लालसा. ഇത് രണ്ടും ഒന്നല്ല. दो एक नहीं है. ഇതിന്റെ ഡിക്ഷണറിയുടെ അർത്ഥം പറയുന്നത്, इसका डिक्शनरी का अर्थ है ക്രേവ് എന്ന് പറയുന്നത് ഒരാർത്തി, ഒരാസക്തി, ഒരു കൊതി എന്നൊക്കെയുള്ള അർത്ഥങ്ങളിലാണ് ക്രേവ് എന്ന പദത്തെ കാണുവാൻ കഴിയുന്നത്. क्रेविंग का अर्थ है लालसा करना, इच्छुक रहना, इच्छा से भरना. പക്ഷെ ഗ്രീഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, लेकिन लालच का अर्थ है എനിക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ എനിക്ക് യോഗ്യതയുള്ളത് അതിനേക്കാൾ അധികമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെയാണ് ഗ്രീഡ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. लालच का मतलब है मेरी जो आवश्यकता है उस आवश्यकता से बढ़कर मुझे चाहिए करके रहने वाली सोच को लालच बोलते हैं. Selfish or excessive desire for more than is needed or deserved. हमारी जीवन के अंदर योग्यता से ज्यादा या हमारे जीवन के अंदर जो है उससे ज्यादा मांगना या इच्छा करना, उसको लालच बोलते हैं. Crave means have a strong desire for something. എന്തിനെങ്കിലും ഉള്ള ഒരു ആർത്തി, അതും അല്ലെങ്കിൽ ഒരു കൊതി. लालसा का मतलब है कोई एक वस्तु की ओर रहने वाली हमारी अत्यंत इच्छा. ചില കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, they are very crave for chickens. कई सारे बच्चों को आपने देखा है मांस के लिए, चिकन के लिए बड़ा क्रेविंग करते हैं. कोका कोला, कोको कोला के लिए करते हैं. यानी कि उनको कहता है फूडीज कहता है, इन जनरेशन फूडीज कहता है. അങ്ങനത്തെ ഒരു ജനറേഷനെ നമ്മൾ ഫുഡി എന്നാണ് വിളിക്കുന്നത്. Praise the Lord. Hallelujah. അപ്പൊ അതും ദൈവവചന പ്രകാരം അമിതമായ ഭക്ഷണത്തോടുള്ള ആസക്തി ഒരു പാപമാണെന്നാണ് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ वो भी പഠിപ്പിക്കുന്നത്. परमेश्वर के वचन के तौर पर अगर देखा जाए तो अधिक भोजन की ओर लालसा करने वाले, लालच करने वाले पाप है. അമിതമായ എന്തും ഒരു തെറ്റ് എന്നാണ് ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നല്ല, നമ്മുടെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. मेरे प्रिय परमेश्वर का वचन और हमारा जीवन हमें यही सिखाता है कि हमारे जीवन के अंदर कोई भी वस्तु, कोई भी चीज को अगर अधिक से ज्यादा अगर हम लालच करें या लालसा करें तो वो गलत है, पाप है. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നത് ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് കരുതുക. इसलिए परमेश्वर का वचन हमें सिखाता है अगर पहनने के लिए वस्त्र है, खाने के लिए भोजन है, रहने के लिए एक जगह है तो वो काफी है. Praise the Lord. Hallelujah. അതെന്റെ ജീവിതത്തിന്റെ പോളിസിയാണ്, ഇന്നും എന്നും എപ്പോഴും. वो मेरा जीवन का पॉलिसी है, हर हमेशा यही रहेगा. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുവാനുള്ള വകയുണ്ട്. इसलिए जीवन के अंदर हर एक बातों के लिए मैं आनंदित रह सकता हूँ, शांति के साथ रहता हूँ. വചനത്തേക്ക് നമുക്ക് ചിന്തിക്കാം. ये वचन की ओर अगर आए, അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. वही चिंता कर रहे हैं. മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവജനത പ്രത്യേക സ്ഥലത്തെത്തി ഇപ്പോൾ ഏകദേശം മിസ്രയീമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു വർഷവും ഒരു മാസവുമായി. मूसा के नेतृत्व से निकले हुए इजराइल जन इस समय पर मिस्र से दूर होते होते 1 साल 1 महीना हो चुका है. ഇപ്പോൾ ഇവർക്ക് ഇറച്ചി തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. अभी इन लोगों को एक इच्छा हुआ कि इनको मांस खाना है. കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് ഇവർ മരുഭൂമിയിൽ ദൈവം പൊഴിച്ചു കൊടുക്കുന്ന മന്നയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. कई सालों से, कई दिनों से परमेश्वर ने आकाश से दिया हुआ मन्ना ये लोग खा रहे थे. പക്ഷേ മന്നയുടെ വിവരണം ഒന്ന് കേട്ടോളാം. നിങ്ങൾ വേദപുസ്തകം പറയുന്ന മന്നയെ കുറിച്ച് ഒന്ന് കേട്ടോളാം. लेकिन वचन बोलने वाले मन्ना के बारे में जरा ध्यान करें. 7ാമത്തെ വാക്യം പറയുന്നു, 7वीं अध्याय 7वीं वाक्य कहता है, 7 മന്നയോ കൊത്തമ്പലാരി പോലെയും അതിന് നിറം ഗുൽഗുലുവിന്റേത് പോലെയും ആയിരുന്നു. मन्ना तो धनिये के समान था और उसका रंग रूप मोती का सा था. ജനം നടന്ന് പെറുക്കി തിരികളിൽ പൊടിച്ചിട്ടോ ഉരൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. लोग इधर उधर जाके उसे बटोरते और चक्की में पीसते या ओखली में फूटते थे, फिर तसले के पकते. मेरे मुंह में पानी आ गया, माफ करने पाए. हालेलुया.
ഇത് വായിച്ചപ്പോൾ തന്നെ എന്റെ വായിലും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ये पढ़ते पढ़ते ही मुंह में पानी आ जाता है. Praise the Lord. Hallelujah. ഇത്രയും രുചികരമായ ഭക്ഷണം, इतना स्वादिष्ट देखने के लिए भोजन. ഒരുപക്ഷെ കാമത്തുകോട്ടിലോ ആര്യാഭവനിലോ അല്ലെങ്കിൽ മറ്റോ ഇതുപോലുള്ള യാതൊരിടത്തും കിട്ടാത്ത രീതിയിൽ ശ്രേഷ്ഠകരമായ രുചികരമായ ഭോജനം ഒരു ചിലവുമില്ലാതെ ഒരു പ്രയത്നവുമില്ലാതെ സ്വർഗം അവർക്ക് ദിവസവും കൊടുത്തുകൊണ്ടിരുന്നു. यहाँ पर हम देखने वाले कोई भी रेस्टोरेंट्स के अंदर ना मिलने वाले रीति से सबसे उत्तम तौर की रीति में परमेश्वर ने कोई प्रकार के खर्च के बिना इन लोगों के लिए स्वर्ग की झरिकाओं को खोल कर दिया. ഞങ്ങൾ എപ്പോഴും പറയും, എന്നിട്ട് ജസ്റ്റിനെ ഞങ്ങൾ കൊതി പിടിപ്പിക്കും. ഞങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ, മോനെ ഹാ എന്തോ ടേസ്റ്റാ മമ്മി ഇന്നുണ്ടാക്കിയ ദോശക്കെന്ന്. हम जब बातें करते हैं और मेरे बड़े बेटे से जब बातें करते हैं तो हम हमेशा उसको बोलते हैं कि मम्मी ने बनाया वह भोजन कितना स्वादिष्ट है, उनको बस ऐसे चिढ़ाने के लिए. ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിളിക്കും ഫോണിൽ. और जब हम भोजन खाएंगे तब ही करेक्टली बुलाएंगे. എന്നിട്ട് ആ മമ്മി ഉണ്ടാക്കിയ ആഹാരമൊക്കെ കാണിച്ചിട്ട് പറയും, മോനെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പറയും. और मम्मी ने बनाए वो भोजन के बारे में हम उनको दिखाते हैं, लेकिन वो हमको काउंटर करते हैं अपने बीवी बनाने वाले भोजन को പക്ഷെ दिखाते ഞാൻ हैं. പറയട്ടെ, അതിനേക്കാളും രുചികരമായ നേത്രമായ Right. ഭക്ഷണം നമുക്ക് നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ लेकिन मेरे അവതരിപ്പിക്കുന്നത്. प्रियो, मनुष्य या संसार देने वाले भोजन से स्वादिष्ट तृप्तदायक एक भोजन देने वाले परमेश्वर के बारे में मैं आप लोगों से बातें कर रहा हूँ. ഇവർക്ക് ഇത് തിന്നു മടുത്തു. लेकिन ये लोग ये भोजन खाकर थक ഇവിടെ गए. വിഷയം ശ്രദ്ധിക്കണം, ക്രേവിംഗ് എന്നാണ് ഇവിടെ വിഷയം. അവർ അപ്പം മാത്രം തിന്നപ്പോൾ അവർ അല്പം മാംസം ചോദിച്ച തെറ്റുമല്ല, കാരണം അവർ മിസ്രൈമിൽ മാംസവും മത്സ്യവും ഒക്കെ Right. കഴിക്കുന്നവരായി. मेरे प्रियो, थोड़ा रोटी खाने के बावजूद साथ ही साथ एक मांस को पूछना गलत नहीं है, क्योंकि मिस्र में मांस मछली ये सब खाते थे. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്നും ചോറും ദാലും മലയാളികൾ, അതല്ല ഇന്ത്യക്കാർ, പിന്നെ റൊട്ടിയും ദാലും മാത്രമാണെങ്കിൽ പുരുഷന്മാർ ചോദിച്ചു പോകത്തില്ല, ഈ ദാലല്ലാതെ വേറെ ഒരു കറിയും നീ വെച്ചില്ലേ എന്ന്. अभी देखो, मलयालियों के घर के अंदर अगर सिर्फ वो राइस चावल और दाल बनाने से, हमारे हिंदी भाई बहनों के जीवनों के अंदर, परिवार के अंदर अगर रोटी दाल बनाने से हमेशा क्या नहीं पूछते, क्या यही सिर्फ दाल ही है क्या? ഓ ഇച്ചിരി മത്സ്യം തിന്നിട്ട് എത്ര ദിവസമായി, थोड़ा मछली खा के कितना दिन हो गए, ഓ ഇച്ചിരി ഇറച്ചി തിന്നിട്ട് എത്ര ദിവസമായി. थोड़ा मांस खा के कितना समय हो गया? തെറ്റുണ്ടോ അതിനകത്ത്? क्या गलत है उसमें? അതുപോലെ ഒരു ചോദ്യമേ ഉള്ളൂ. वैसा ही एक सवाल यहाँ पे. പക്ഷെ ഇവിടുത്തെ വിഷയം, लेकिन यहाँ का विषय, അവിടെ ചോദ്യം ഏത് രീതിയിലായിരുന്നു എന്നുള്ളതാണ്. उनका सवाल किस प्रकार के रीति में था. ഒന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, एक हम जो सीखते हैं, അവർ പറയുകയാണ്, वो बोलते हैं ഞങ്ങൾക്ക് തിന്മ നിറച്ച് ആർ തരും, हमें खाने के लिए मांस कौन देगा. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. हमें वे स्मरण, मछलियां स्मरण है जो हम मिस्र में समेटे खाया करते थे, और वे खीरे और खरबूजे और गंदे और प्याज और लहसुन भी. ഇവിടെ വെള്ളക്കായ, ഇവിടെ വെള്ളരിക്കായുമില്ല, മത്തങ്ങായുമില്ല, ഉള്ളിയുമില്ല, ചുവന്നുള്ളിയുമില്ല, ചിറ്റുള്ളിയുമില്ല, ഇഞ്ചിയുമില്ല, ഒന്നുമില്ല. ഇവിടെ ഉള്ളി മന്ന മാത്രമേ ഉള്ളൂ. हाँ, ये मरुभूमि में परमेश्वर हमें देखने के लिए कांदा नहीं है, देखने के लिए बोला हुआ कोई भी वस्तु नहीं है, सिर्फ मन्ना ही है. എന്നാ തടുക്കയടിച്ച് തിന്നിരുന്നവരാണെന്നറിയാമോ? ഇവിടെ തടുക്കിയൊന്നും അടിക്കുന്നില്ല. देखिए, मिस्र में कितना परिश्रम करके तड़का मार के खाने वाले ये मोटे मोटे लोग यहाँ पर मरुभूमि में आके तड़का नहीं है. എന്നിട്ട് ഇപ്പോൾ പറയുന്നൊരു പദം, ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. छठवीं आयत इस प्रकार की, परंतु अब हमारा जी घबरा गया है, यहाँ पर इस मन्ना को छोड़ और कुछ देखने ही नहीं पड़ता. 21-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കേണ്ടത് ആവശ്യമാണ്. यही गिनती का पुस्तक 21 का 5 भी मैं पढ़ना चाहता हूँ. ഇത്രയും ശ്രേഷ്ഠകരമായ, ഇത്രയും രുചികരമായ മന്ന സ്വർഗത്തിൽ നിന്ന് പൊഴിച്ച് അവരുടെ ആവശ്യത്തിന് കൊടുത്തിട്ടും അവർ ഇത്രയും ശ്രേഷ്ഠകരമായ രുചികരമായ മന്നയെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയുമോ? ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. इतना श्रेष्ठ रीति का आशीष और मन्ना परमेश्वर जब स्वर्ग से उनको दिया, उसके बावजूद भी 21 का 5 में यही इजरायली लोग मुड़मुड़ाते हुए कहते हैं, तुम लोग हमको मिस्र से जंगल में मरने के लिए क्यों ले आए. 21-ന്റെ 5-ാമത്തെ വാക്യം മോനെ, 21-ന്റെ 5. इसलिए वे परमेश्वर के विरुद्ध बात करने लगे और मूसा से कहे, तुम लोग हमको मिस्र से जंगल में मरने के लिए क्यों ले आए, यहाँ ना तो रोटी है और ना पानी. और आगे,
और हमारे प्राण इस निकम्मी रोटी से दुखित है. നിക്കമ്മേ റൊട്ടി ആ വചനം എനിക്ക് വേണം, അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് കൂടെ വായിപ്പിച്ചത്. ഇത്രയും ശ്രേഷ്ഠകരമായ രുചികരമായ തേരിന്റെ രുചിയുള്ള എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ രുചിയുള്ള കൊത്തമ്പലി പോലെ ഗുൽഗുലുവിന്റെ നിറമുള്ള ഇത്രയും ഉന്നതമായ ശ്രേഷ്ഠകരമായ ഭോജനം അവരുടെ ഒരു പ്രയത്നവും കൂടാതെ അവർക്ക് ഇഷ്ടം പോലെ കഴിക്കുവാൻ കൊടുത്തിട്ടും വന്ന കൊതിയന്മാർ പറയുകയാണ്, ഇത് ഞങ്ങൾക്ക് ഒന്നുമില്ല, ഇത് സാരമില്ലാത്തൊരാഹാരമാണ്. मेरे प्रियो, इतना स्वादिष्ट रीति से, सुवर्ण रीति से परमेश्वर ने जब उन लोगों के लिए मन्ना स्वर्ग के जरिकाओं से खोलकर उनको दिया, उसके बावजूद भी परमेश्वर को देखकर ये लोग कहते हैं कि ये निकम्मी रोटी से हमारा जी घबरा गया. എന്ന് പറഞ്ഞാൽ they despised the provision of God. ദൈവത്തിന്റെ പ്രൊവിഷനെ അവർ തുച്ഛീകരിച്ചു കണ്ടു. मेरे प्रियो, ये लोग परमेश्वर के प्रबंध को तुच्छ जानने लगे और तुच्छ नजरों से देखने लगे. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പാഠം, पहली हमारी सीख, ദൈവം നമുക്ക് നൽകുന്നത് ചെറുതും വലുതുമാണെങ്കിലും ഒരിക്കലും നാം അതിനെ തുച്ഛീകരിച്ച് കാണരുത്. परमेश्वर हमारे जीवन में देने वाले छोटी बात क्यों ना हो, बड़ी बात क्यों ना हो, उसको कभी तुच्छ नहीं जानने पाए. അതൊരു ജോലിയാകട്ടെ, അതൊരു വീടാകട്ടെ, അതൊരു വാഹനമാകട്ടെ, അതെന്തുമാകട്ടെ, ദൈവം തരുന്നുവെന്ന് ഉറപ്പുള്ളവർ ദൈവം തരുന്നതിനെ തുച്ഛീകരിച്ച് കാണരുത്. मेरे प्रियो, परमेश्वर देने वाली वो घर हो, गाड़ी हो, बीवी हो, परिवार हो, कुछ भी क्यों ना हो, जो परमेश्वर आपको दे उसको कभी तुच्छ ना जानने पाए. അപ്പൊ അവരുടെ ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇറച്ചി ചോദിച്ചതല്ല, അവർ ദൈവം കൊടുത്ത പ്രൊവിഷനെ തുച്ഛീകരിച്ച് കണ്ടതാണ് ഒന്നാമത്തെ അവരുടെ തെറ്റ്. मेरे प्रियो, उनका सबसे पहली गलती मांस मांगा वो नहीं, बल्कि उनका पहली गलती परमेश्वर ने दिया हुआ प्रबंध को ये लोग तुच्छ जानने लगे. അവരുടെ ആറ്റിറ്റ്യൂഡ് കാണുവാൻ കഴിയുന്നു. वहां पर उनके स्वभाव को हम देखते हैं. Instead of giving thanks to God, they are grumbling against God. परमेश्वर को धन्यवाद देने के अलावा बावजूद ये लोग जो है मुड़मुड़ाते हैं. ദൈവത്തിന് നന്ദി പറയേണ്ടതിന് പകരം, സ്തോത്രം ചെയ്യേണ്ടതിന് പകരം അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തുകൊണ്ട് ദൈവിക പ്രൊവിഷനെ അവർ തുച്ഛീകരിച്ച് കണ്ടതാണ് ഒന്നാമത്തെ അവരുടെ തെറ്റ്. परमेश्वर को धन्यवाद देने की बावजूद, धन्यवाद देने के अवसर पर या समय पर परमेश्वर के खिलाफ मुड़मुड़ाते हुए इनको देखते हैं हम. രണ്ടാമത്തെ കാര്യം, दूसरी बात, അവരുടെ ചോദ്യം എന്താണ്? इनका सवाल क्या है? Who will give us meat to eat? ഞങ്ങൾക്ക് തിന്മാൻ ആർ ഇറച്ചി തരും? हमें खाने के लिए भोजन कौन देगा? കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ദൈവം അവർക്ക് മന്ന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. पिछले 1 साल से बढ़कर तुम उनको भोजन के लिए मन्ना दे रहे हो. കണ്ണിന് മുൻപിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തതാണ്. उनकी नजरों के सामने खुदा ने अद्भुत किया. കുടിപ്പാൻ വെള്ളമില്ലാത്തടത്ത് പാറയിൽ നിന്ന് ദൈവം അവർക്ക് വെള്ളം പൊഴിച്ചു കൊടുത്തു. पीने के लिए पानी ना रहने वाले अवसर पर परमेश्वर ने चट्टान से उन लोगों को पानी दिया. അവർ കുടിച്ച വെള്ളം കയ്പുള്ള ഒരു നീര് കുടിച്ചപ്പോൾ അവരുടെ കയ്പുള്ള നീരിനെ മധുരമാക്കി അവർ ദൈവം മാറ്റി. जब वे लोग के जीवन के अंदर खारा पानी को जब उन्होंने पिया तो परमेश्वर उसको मिठास में बदल दिया. ചെങ്കടൽ പാതയൊരുക്കി. वहां पर लाल समुद्र के बीच में उनके लिए रास्ता खोला. ഒന്നിനു പുറകെ ഒന്നായി അത്ഭുതങ്ങൾ കണ്ട ദൈവത്തിന്റെ ജനം ദൈവത്തെ സംശയിച്ചതാണ് രണ്ടാമത്തെ അവിടെ തെറ്റ്. एक के बाद एक अद्भुत को देखा हुआ परमेश्वर के खुद के जन परमेश्वर के ऊपर डाउट करने लगे. वो है उनका दूसरी गलती. ഞങ്ങൾ പരിശ്രമിക്കാതെ, ഞങ്ങൾ വിതയ്ക്കാതെ, ഞങ്ങൾ കൊയ്യാതെ, ഞങ്ങൾ നിലങ്ങൾ ഉഴാതെ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു തരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി കൂടി തരുവാൻ ആ ദൈവത്തിന് കഴിയും എന്നവർ വിശ്വസിക്കേണ്ടിയിരുന്നു. मेरे प्रिय, उन लोगों को यह विश्वास जरूर करना था कि हम लोग ना बोते हुए, हम लोग कटनी ना करते हुए, हम लोग परिश्रम ना करते हुए अगर परमेश्वर स्वर्ग की जरिकाओं को खोलकर अगर मन्ना दे सकता है तो हमारी आवश्यकता के अनुसार हमारे लिए मांस भी दे सकता है. എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ നമ്മുടെ സഭയോട്. मेरे कलीसिया से मैं आत्मा में एक बात बोलूं मेरे प्रियो, അവനാണ് നിനക്ക് ജീവൻ നൽകിയതെങ്കിൽ, अगर उस परमेश्वर ने आपको जीवन दिया है तो നിനക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായ സകലതും നൽകി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം നീ ഉറച്ചു വിശ്വസിക്കുക. Hey, listen to me carefully. अगर परमेश्वर ने तुम्हारे जीवन के अंदर, परिवार के अंदर जीवन को दिया है तो तुम्हारे जीवन को निरंतर बहुतायत से ले चलने के लिए आवश्यकता जो भी है उन आवश्यकताओं को मैं स्वर्गीय पिता जानकर वो तुम्हारे जीवन में प्रबंध करेगा.
करेगा निश्चय। ജോലിയാണോ വേണ്ടത്? क्या काम चाहिए ജോലി आपको? തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കണം. क्या आप विश्वास करेंगे कि परमेश्वर को काम दे सकता है? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ एक और मतलब से बोलूं, ഇന്നലെ നിന്നെ നടത്തിയവൻ, कल तक तुम्हें चलाया हुआ, ഇന്നലെ അവന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങളെ ചെയ്തവൻ, कल तक तुम्हारे परिवार में अद्भुत किया हुआ, ഇന്നലെ വരെ നിന്റെ വീടിന്റെ വാടക കൊടുക്കുവാൻ നിന്നെ സഹായിച്ചവൻ, कल तक तुम्हारे घर के अंदर रेंट देने के लिए तुम्हारे हाथों को सहायता किया हुआ, ഇന്നലെ വരെ വിശക്കാതെ കിടന്ന് ഉറങ്ങുവാൻ തക്കവണ്ണം come on. ഭക്ഷണം നിനക്ക് നൽകിയവൻ, कल तक तुम भूखे ना सोते हुए तुम्हारे पेट में जाने के लिए भोजन दिया हुआ परमेश्वर, ഇന്നലെ വരെ നിന്റെ നഗ്നത മറയ്ക്കുവാൻ വസ്ത്രം നിനക്ക് നൽകിയവൻ, कल तक तुम्हारे जीवन के अंदर शरीर के ऊपर के नंगापन को ढकने के लिए वस्त्र दिया हुआ खुदा, ഇന്നലെ വരെ മഴയും വെയിലും hey. കൊള്ളാതെ ഉറങ്ങുവാൻ നിനക്ക് ഹല്ലേലൂയ വീട് തന്നവൻ, ഭവനങ്ങളെ തന്നവൻ, कल तक तुम्हारे जीवन के अंदर बारिश और धूप तुम्हारे सर के ऊपर ना पड़ने के लिए सोते हुए तुम्हारे छत के तुम्हारे सोने सर के ऊपर छत दिया हुआ परमेश्वर, ഇന്നലെ വരെ ശത്രുവിന്റെ മുൻപിൽ കൈകളെ നീട്ടി ഇറക്കുവാൻ നിന്നെ അനുവദിക്കാതിരുന്നവൻ, कल तक शत्रु के सामने तुम्हारे हाथ पकड़कर बाहर ना निकालने जैसा सामर्थ्य और आदर दिया हुआ परमेश्वर, ഇന്നലെ വരെ ശത്രുവിന്റെ മുൻപിൽ തലകുനി ചോച്ചാണിച്ചു നിൽക്കുവാൻ നിന്നെ അനുവദിക്കാതിരുന്നവൻ, कल तक तुम्हारे शत्रु के सामने सर ना झुकते हुए तुम्हारे रीढ़ के हड्डी को सीधा किया हुआ खुदा, ഇന്നും നടത്തുവാൻ പുലർത്തുവാൻ പോറ്റുവാൻ കരുതുവാൻ Come on. ശക്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ऐसा है तो मेरा परमेश्वर आज और मेरा कल मुझे संभालेगा, मुझे ले चलेगा कर ये विश्वास करने वाले लोग। കൊറോണ എന്ന വ്യാധി വ്യാപരിക്കട്ടെ, कोरोना एक महारोग आने दो, ഫൈനാൻഷ്യൽ സ്ട്രൈക്ക് ഉണ്ടാവട്ടെ, फाइनेंशियल स्ट्राइक होने दो, പക്ഷെ എന്റെ ജീവൻ ആവശ്യമായതാ, लेकिन मेरे जीवन की आवश्यकता, എന്റെ ആരോഗ്യത്തിന് ആവശ്യമായതാ, मेरी हेल्थ के लिए जो मुझे എന്റെ चाहिए, ജീവിതത്തിന് എന്റെ തലമുറയ്ക്ക് എന്റെ കുടുംബത്തിന് ആവശ്യമായ സകലതും നൽകുവാൻ എന്റെ ദൈവം ശക്തനാണ്, അല്ല സർവശക്തനാണ് എന്ന് പകൽക്കാലം താങ്കൾ വിശ്വസിക്കുവാനിടയെ मेरे തീരുമാനം. जीवन मेरे परिवार के लिए जो भी आवश्यकता है उन बातों को देने के लिए मेरा परमेश्वर सर्वशक्तिमान है करके विश्वास അവർ करो। ഇറച്ചി ചോദിച്ചല്ല തെറ്റായി പോയത്, वे लोग मांस पूछे वो उनकी गलती नहीं था, പക്ഷേ അവർക്ക് ആഹാരം കൊടുത്ത ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് തെറ്റായി मेरे പോയത്. प्रियो, लेकिन उनको भोजन इतना तक देने वाले परमेश्वर को अविश्वास से सवाल जब पूछा वो उनका गलती। ഇന്ന് നിങ്ങളുടെ ചോദ്യം ഇതാണോ? क्या आज आपका सवाल ये है? ഒരു പക്ഷേ താങ്കളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കാം, आपका शायद काम नष्ट हो गया होगा, ഒരു പക്ഷേ താങ്കൾ ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടിലായിരിക്കാം, शायद आप फाइनेंशियल एक प्रॉब्लम में हो, പക്ഷേ ചിന്തിക്കൂ, लेकिन ध्यान करें, കഴിഞ്ഞ കാലങ്ങൾ ജോലി തന്നവനാരാ? कल तक आपको काम किसने दिया? അല്ല, ജോലി ചെയ്യുവാൻ ആരോഗ്യം തന്നതാരാ? काम करने के लिए आपको हियाब किसने दिया? ഇന്നും ജീവനോടെ നിങ്ങൾ നിലനിർത്തിയിരിക്കുന്നതാരാ? आज भी आप लोगों को जीवित किसने रखा है? ഇന്നും നിങ്ങൾ ജീവനോട് ഇരിക്കുന്നത് നിന്റെ ബലമാണോ, കഴിവാണോ, ശക്തിയാണോ, മിടുക്കാണോ, പാരമ്പര്യമാണോ, പണമാണോ, സൗന്ദര്യമാണോ, വിദ്യാഭ്യാസമാണോ? क्या आज जो तुम जीवित हो, क्या ये तुम्हारा बल से, तुम्हारे सामर्थ्य, तुम्हारे परिवार के नाम से, क्या तुम्हारी ये बुद्धि से है क्या? പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിക്കുന്നു, എന്നെ ജീവനോട് നിലനിർത്തിയിരിക്കുന്ന ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചു പറ, ജീവനുള്ളവർ ദേശത്ത് ജീവനുള്ള ദൈവത്തിന് നന്മ ഞാൻ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ദൈവമക്കൾക്കായി ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാ. मेरे साथ विश्वास करने वाले लोग बोलो कि जीवन रहने वाले ये देश के अंदर जीवित परमेश्वर का नाम को मैं देखूंगा और उसकी आशीष को मैं अनुभव में जीवित रहने वाले समय पर करूंगा करके बोलो। അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, പൂർണ്ണമായി വിശ്വസിക്കുക. Never and never doubt God. इसलिए मेरे प्रिय, मैं आपसे कहना चाहता हूं, परमेश्वर पे भरोसा करो, पूर्ण तौर से भरोसा करो, कभी भी उस पे सवाल मत करो। എഫേസ്യ ലേഖനം 3:20 പറയുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കലും അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ കഴിയുന്നവന് സ്തോത്രം പറയുക. एफेसियों की पत्रिका 3 उसका 20 कहता है कि हमारे जीवन के अंदर अत्यंतताई से करने वाले परमेश्वर को पूरे हृदय से धन्यवाद करो। അപ്പൊ ഒന്ന്, അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയായിരുന്നില്ല, അവർ ഡിസ്പൈസ് ചെയ്തു ദൈവത്തെ. एक, उन्होंने परमेश्वर की प्रबंध को, प्रोविजन को उन्होंने तुच्छ जाना। രണ്ട്, അവർ ദൈവത്തെ സംശയിച്ചു. 2, उन्होंने परमेश्वर पे ही डाउट किया। 3, അവർ പിറുപിറുത്തു. 3, उन्होंने कुड़कुड़ाया। പിറുപിറുക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. कुड़कुड़ाना एक बड़ी पाप है मेरे प्रियो। ദൈവിക നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിറുപിറുക്കുക. परमेश्वर की आशीष को जब तुम अनुभव कर रहे हो उसके बीच पे भी कुड़कुड़ाना। ഈ മഞ്ഞയല്ലാതെ ഒന്നുമില്ല, മഞ്ഞയല്ലാതെ ഒന്നുമില്ല. ഓ, ഞങ്ങൾ പണ്ട് മിസ്രൈമിലായിരുന്നപ്പോൾ, പണ്ട് ഞങ്ങൾ അവിടെയായിരുന്നപ്പോൾ മത്തങ്ങ, വെള്ളരിക്ക, ഉള്ളി, ചുറ്റുള്ളി, ചീരുള്ളി, എണ്ണ, എന്നാലും തന്നെ ഇവിടെ. ഓ, പിറുപിറുക്കുക.
इस समय पर सिर्फ मन्ना को छोड़ कुछ नहीं है। जब हम मिस्र में थे तो मांस था, हमारे जीवन के तो कई सारे सब्जियां थे, सब कुछ थे। इस प्रकार कुटकुटाइए मत। 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 13 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് മിസ്രി അല്ലെങ്കിൽ ഇസ്രായേലിയർക്ക് വന്ന പരാജയം നമുക്ക് ഭവിക്കാതിരിക്കുവാൻ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. पहली कुरिन्थियों की पत्रिका 10 उसका 1 पहली आयत से 10वीं आयत तक इस्राएलियों के जीवन के अंदर आए वो पराजय हमारे जीवन में ना आने के लिए पौलुस ये अध्याय लिखता है। അതിന്റെ 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 10वीं अध्याय का 10वीं आयत जरा पढ़ेंगे। पहली 1 कुरिन्थियों का കൊരിന്ത്യർ ലേഖനം 10-ന്റെ 10 പ്രകാരം പറയുന്നു, इस प्रकार कहता है, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. और ना तुम कुड़कुड़ाओ जिस रीति से उनमें से कितने कुड़कुड़ाए और नष्ट करने वाले के द्वारा नष्ट किए गए। അവിടെ ഏകദേശം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പരാജയത്തിന്റെ 6 കാരണങ്ങൾ എടുത്തെഴുതിയിട്ടുണ്ട്. मेरे प्रियो, इस्राएली जनों का पराजय के 6 पराजयों को यह 10वीं अध्याय में पौलुस ने लिखा है। 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വരുമ്പോൾ പിറുപിറുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. 10वीं आयत में जब आते हैं तो इनकी कुड़कुड़ाने वाले स्वभाव के बारे में कहा है। പിറുപിറുത്ത ജനം സംഹാരിയാൽ നശിച്ചു പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ये कुड़कुड़ाने वाले लोग संहारी से या नष्ट करने वाले के जरिए नष्ट किए गए लिखा है। പിറുപിറുക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. तुम ऐसे मत कुड़कुड़ाओ करके बोला है। എന്നിട്ട് പറഞ്ഞത് ദൃഷ്ടാന്തമായിട്ട് അവർ സംഭവിച്ചു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. और उसके बाद लिखा है कि ये दृष्टांत के तौर पर लिखा है और हमारे लिए बुद्धि की ज्ञान के लिए लिखा गया है। എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് നമ്മെ ബുദ്ധി ഉപദേശിച്ചു തരുന്നത്. इसका मतलब है परमेश्वर का वचन हम लोगों को ज्ञान देता അപ്പൊ है। ഇവിടെ നമുക്ക് ദൈവാത്മ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇവർ പിറുപിറുത്തതുപോലെ ദൈവിക നന്മ അനുഭവിക്കുമ്പോഴും ഇല്ലാത്തതിനെ ഓർത്ത് നാം ഒരിക്കലും പിറുപിറുക്കരുത്. मेरे प्रियो, परमेश्वर का वचन हमें यह समझ देता है कि जब परमेश्वर हमें कोई प्रबंध देता है तो देने वाले प्रबंध के साथ ही साथ कभी मत कुड़कुड़ाइए। അപ്പം ഒന്ന്, അവരുടെ പരാജയത്തിന്റെ കാരണം അവർ ദൈവിക പ്രൊവിഷനെ തുച്ഛീകരിച്ചു. ऐसा है तो पहला उनका पराजय का कारण परमेश्वर के प्रबंध को उन्होंने तुच्छ जाना। 2, അവർ ദൈവത്തെ സംശയിച്ചു. 2, उन्होंने परमेश्वर पे ही उंगली उठाई। 3, അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. 3, परमेश्वर के खिलाफ उन्होंने कुड़कुड़ाया। ഇനി അതിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. अभी 11 गिनती की 11 के 33 जरा पढ़ेंगे। ദൈവം അവരോട് പറഞ്ഞു, അല്പം കൂടി പുറകോട്ട് നമുക്ക് നോക്കാം. ദൈവം അവരോട് പറഞ്ഞു, അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, നീ ജനത്തോട് പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങൾ ഇതിനെ ശുദ്ധീകരിപ്പീൻ, നിങ്ങൾ ഇറച്ചി തിന്നും, നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? മിസ്രയീമിൽ ഞങ്ങൾ നന്നായിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല, 1 മാസം മുഴുവനും തന്നെ അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾ കോക്കാനം വരുവോളം നിങ്ങൾ തിന്നും. यहाँ पर 18वीं आयत को जरा देखेंगे, पढ़ेंगे। और लोगों से कह, कल के लिए अपने को पवित्र करो, तब तुम्हें मांस खाने को मिलेगा, क्योंकि तुम यहोवा के सुनते हुए यह कह कह कर रोए हो कि हमें मांस खाने को कौन देगा? हम मिस्र में थे तो भले थे, इसलिए यहोवा तुमको मांस खाने का देगा और तुम खाना। फिर तुम 1 दिन या 2 या 5 या 10 या 20 दिन ही नहीं, परंतु महीने भर उसे खाते रहोगे, जब तक वह तुम्हारे नतनों से निकलने ना लगे और तुमको उससे घृणा ना हो जाए। മലയാളത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ മൂക്കിൽ കൂടി ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ കഴിക്കുന്നതോ വയറ്റിലോട്ട് പോകുവാൻ സ്ഥലമില്ലാതെ നിങ്ങളുടെ മൂക്കിൽ കൂടി വെള്ളോട്ട് വരികയും ഈ വിഴയൊക്കെ വെളിയിൽ കൂടെ വരുന്ന പോലെ ഈ മാംസം വെളിയിൽ കൂടി വരികയും നിങ്ങൾ ഓക്കാനിക്കുകയും ചെയ്യുവോളം ദൈവം നിങ്ങൾക്ക് തരുമെന്ന്. इस प्रकार लिखा है कि तुम इतना खाओगे, इतना खाओगे, इतना खाओगे कि तुम घृणा करोगे, उससे बढ़कर तुम्हारे नतनों से पेट में जगह नहीं है, इसलिए नाक से निकलेगा। ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവനും നിങ്ങൾ ഇറച്ചി മാത്രം തിന്നുകൊണ്ടിരിക്കും. परमेश्वर ने कहा 1 दिन नहीं, 2 दिन नहीं, 10 दिन नहीं, 20 दिन नहीं, पूरा महीना तुम बैठ के अभी मांस खाओ। That's the provision of God. वो परमेश्वर का प्रबंध है। പക്ഷേ ഇവിടെ ഒരു കാര്യം ദൈവം പറഞ്ഞതാണ് നമുക്ക് അല്പം വേദനാജനകമായിരിക്കും. लेकिन यहाँ पर परमेश्वर ने बोला, वो एक बात हमारा इस समय पर दृष्टि को ले चले। തിന്ന് നിങ്ങൾ ഓക്കാനിക്കും, നിങ്ങളുടെ മൂക്കിൽ കൂടി വെളി വരികയും ചെയ്യും. तुम खाते खाते इतना खाओगे कि तुम्हारे नतनों से ये निकलेगा। അതിനൊരു കാരണമുണ്ടോ? उसका एक कारण है। നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും
ഞങ്ങൾ മിസ്രൈമിൽ നിന്ന് എന്തിന് പുറപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞവന്റെ മുൻപാകെ കരയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ they denied God at this time. क्योंकि तुम लोगों ने यहोवा को जो तुम्हारे मध्य में है तुच्छ जाना और उसके सामने यह कहकर रोए कि हम मिस्र में से क्यों निकल आए। ഇനി അവർക്ക് കൊടുത്ത ദൈവിക പ്രൊവിഷനെ മാത്രമല്ല മറിച്ച് ദൈവത്തെ കൂടി ഇന്ത്യയിൽ വായിച്ചല്ലോ ദൈവത്തെ കൂടി അവിടെ ഡിസ്പ്ലേസ് ചെയ്ത് കാണുവാൻ തുടങ്ങി. मेरे प्रियो सिर्फ परमेश्वर के प्रबंध को ही नहीं बल्कि परमेश्वर को ही स्वयं वे लोग तुच्छ जानने लगे। ആമേൻ. आमीन। നമ്മുടെ കഷ്ടതയുടെ നടുവിൽ हमारी कष्टता के बीच में, നമ്മുടെ പ്രയാസങ്ങൾ നടുവിൽ हमारी मुश्किलात के നമ്മുടെ बीच में, ബുദ്ധിമുട്ടുകൾ നടുവിൽ प्रश्नों के बीच में എന്തിനാ ഞാൻ വിട്ടു പോകുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? कोई कभी सोचा है कि हम क्यों निकले हैं? ചിന്തിക്കുന്നുണ്ടോ? क्या कभी सोचते हैं എനിക്ക് അവിടെ തന്നെ ആയിരുന്നെങ്കിൽ ഇന്നിടത്തായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പഴയ അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പഴയ പള്ളിയിലായിരുന്നുവെങ്കിൽ അതായിരുന്നു എനിക്ക് നന്ന് ഇപ്പോഴെന്തോ കഷ്ടതയാ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? क्या आपने कभी इस प्रकार अभी सोच रहे हैं बैठ के कि काश मैं मेरा पुराने समय पर होता, मेरे घर पे होता या मेरे गांव में होता या मेरे पुराने रीति रिवाज में होता, उस समय पर कितना अच्छा था? क्या आप सोच रहे हो എന്തിനായി വിശ്വാസത്തിൽ വന്നത്? क्यों मैं विश्वास में आया, എന്തിനായി കഷ്ടപ്പാടുകൾ क्यों ये വിശ്വാസത്തിൽ कष्ट आया है? എന്ന് ചിന്തിക്കുന്നുണ്ടോ? क्या बैठ के सोच रहे हो? അങ്ങനെയെങ്കിൽ ഇന്ന് മനസ്സിന്റെ ഒരു മാറ്റം വേണം. ऐसा है तो आज हमारे आपके मन के अंदर एक बदलावट होने पाए। ആ ചിന്ത നമ്മെ വിടുവിച്ച, നമ്മെ ഉയർത്തിയ, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ, നിത്യതയ്ക്ക് വേണ്ടി നമ്മെ വേർതിരിച്ച ദൈവത്തെ തന്നെ നമ്മൾ തുച്ഛീകരിക്കുകയും मेरे प्रिय वो चिंता हमारे पाप को धोया हुआ, छुड़ाया हुआ, अनंत जीवन के लिए हमें अपना पुत्र पुत्री बनाया हुआ परमेश्वर को तुच्छ जानने वाले सवाल है। 33-ാമത്തെ വാക്യം. 33वीं वाक्य। എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചുറക്കും മുൻപേ തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. मेरे प्रिय, इस प्रकार लिखा है, मांस उनके मुंह ही में था और वे उसे खाने ना पाए थे कि यहोवा का कोप उन पर भड़क उठा और उनके उसको बहुत बड़ी मार से मारा। സംഗീതക്കാരെടുത്ത് പറഞ്ഞിരിക്കുന്നത് അവരുടെ തൊണ്ടക്കുഴിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി ശവക്കുഴി ഒരുക്കിയെന്ന. मेरे प्रिय, भजन संगीत का इस प्रकार लिखता है कि उनके जैसे ही कंठों में वो फंसा हुआ था भोजन, वे लोग मृत्यु के दंड के प्राप्त हुए। ഇവിടെ മുൻപോട്ട് പറയുന്നു ദുരാഗ്രികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് സ്ഥലത്തിന് കിബ്രോത്ത് ഹദ്ദാവ എന്ന് പേരായി. उसके आगे लिखा है, और उस स्थान का नाम किब्रोत थावा पड़ा क्योंकि जिन लोगों ने कामुकता की थी उनको वही मिट्टी दी गई। കിബ്രോത്ത് ഹദ്ദാവ എന്ന പേരിന്റെ അർത്ഥം നമ്മൾ ശരിക്കും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഗ്രേവ്സ് ഓഫ് graves. किब्रोत थावा का मतलब अगर देखा जाए तो शव शरीरों का शव शरीर कहता है। എനിക്ക് ദുരാഗ്രഹികളുടെ ശ്മശാനം എന്നാണ് വിളിക്കുന്നത്. ഗ്രേവ്സ് ഓഫ് ग्रेव्स. उसका मतलब है कामुकता करने वालों का एक स्थान करके यहाँ पर लिखा है। അപ്പം ദുരാഗ്രഹികളുടെ ശ്മശാനമായി മാറിയ സ്ഥലം, कामुकता करने वाले लोगों का श्मशान बना हुआ वो जगह, അവർ ചോദിച്ച ആഹാരം ദൈവം അവർക്ക് കൊടുത്തു. वे लोग जो मांगे वो परमेश्वर उनको दिया, അവർ ചോദിച്ച മാംസം അവർ കൊടുത്തു. जो उन्होंने परमेश्वर से पूछा वो परमेश्वर ने दिया। ചവച്ചിറക്കി വയറിനകത്തേക്ക് പോകുന്നതിന് മുന്നേ അവർ ചവച്ചരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരൊരു വലിയ ബാധ കൊണ്ട് ദൈവം സംഹരിച്ചു. लेकिन वे लोग खाते खाते उससे खाकर वो तृप्त होने से पहले ही परमेश्वर उनको एक बड़ी मार से मारा। ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇത്ര ദുഷ്ടനാണോ നീ? मैंने परमेश्वर से पूछा, क्या आप इतने दुष्ट हो? ഞാൻ അതാ പറഞ്ഞ ആദ്യമേ തന്നെ ചോദിച്ചത്, ദൈവം ഇങ്ങനെ ഇറച്ചി ചോദിച്ചതിന് ഇവരെ കൊല്ലണോ? मैंने वही आपसे पूछा ना, परमेश्वर ने क्या इन लोगों को मांस पूछने के कारण क्या परमेश्वर को मारना जरूरी था? ഇറച്ചി ചോദിച്ച തെറ്റാണോ? क्या वो मांस मांगना गलत था? അല്ല. नहीं। മൂന്ന് മറ്റു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. कारण मैंने आप लोगों से कहा। അതിന്റെ വലിയൊരു അർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ उसकी एक बड़ी अर्थ की ओर अगर ले चले, ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നതാണ് സക്സസ് എന്ന് പലരും പറയാമെങ്കിലും ലഭിച്ചതിനെ ആഗ്രഹിക്കുന്നതാണ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് നൽകി തരുന്നത്. मेरे प्रियो, जीवन के अंदर कई लोग इस प्रकार की सोच में रहते हैं कि जो इच्छा करते हैं अगर वो पा लिया तो उसको सक्सेस बोलते हैं। लेकिन मैं कहूं, जो आपके पास है अगर उसी को अगर आप इच्छा करें और उसमें तृप्त हो तो उसी को आप सैटिस्फैक्शन बोलते हैं। Never and ever a craving mind can give you satisfaction and happiness when you get what you want. मेरे प्रियो, कभी भी आपके जीवन के अंदर हमेशा लालसा करने वाला मन कभी भी जो भी मिलता है उसमें संतुष्ट तृप्त नहीं होता।
ഇപ്പൊ കിട്ടുന്നതിൽ, ലഭിക്കുന്നതിൽ അതിനെ ആഗ്രഹിക്കുന്ന വ്യക്തിക്കാണ് ലഭിച്ചതിൽ സന്തോഷവും satisfaction. लेकिन जो मनुष्य जिसके पास है या जो मिलता है उसी को ही वो इच्छा करे और उस वस्तु को वो अगर खुशी से प्राप्त करे तो वो ही इंसान संतुष्ट जीवन जी पाता है. എനിക്കൊരു ചെറിയ ജോലിയാണോ, छोटा काम है, I am satisfied and I am happy in that, मैं खुश हूं because I know with this God is able to do. ദൈവം എന്നെ നടത്തിക്കൊണ്ടു പോകുവാൻ ശക്തനാണ് എന്ന് എനിക്കറിയാം. क्योंकि ये छोटे काम के जरिए मैं जानता हूं कि परमेश्वर मुझे और मेरे परिवार को संभालने, आगे ले चलने के लिए सर्वशक्तिमान है. അപ്പൊ ദൈവത്തിന്റെ പൈതലെ നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. मेरे प्रियो, हमारे जीवन के अंदर हमेशा धन्यवादी पूर्वक हृदय होना जरूरी है. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയേണ്ടത്? कैसे हमारी आवश्यकताओं को परमेश्वर के सामने रखना है. ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ അല്ല, इस्राएली जनों के समान नहीं. പക്ഷെ ഫിലിപ്പിയ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യവും 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യവും നമ്മളെ പഠിപ്പിക്കുന്ന പ്രകാരമാണ്. फिलिपियों की पत्रिका 4 उसका 6, पहली तेस्सलोनिके की पत्रिका में हमें सिखाने वाली बात. ഞാൻ ഫിലിപ്പിയ ലേഖനത്തിൽ 4-6 ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. फिलिपियों की पत्रिका 4 उसका 6 मैं आप लोगों के लिए पढ़ना चाहता हूँ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെട, do not anxious about nothing. कोई भी चीज के बारे में तुम चिंतित ना रहो. എന്നിട്ട് പറഞ്ഞു, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. और हर एक बातों में परमेश्वर के सामने प्रार्थना के साथ धन्यवादी पूर्वक हृदय के साथ उसके सामने रखो. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 17-ാമത്തെ വാക്യ പ്രകാരം പറയുന്നു, पहले तेस्सलोनिके की पत्रिका 5 उसका 11वीं आयत इस प्रकार कहता है, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതെല്ലാം നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. परमेश्वर का यही इच्छा है कि तुम हर एक बातों में प्रार्थना करते रहो और निरंतर परमेश्वर के सामने प्रार्थना അപ്പൊ करते നമ്മുടെ रहो. ആവശ്യങ്ങൾ എങ്ങനെ ദൈവത്തോട് പറയേണ്ടത്? हमारी आवश्यकता को कैसे परमेश्वर के सामने रखना है. പിറുപിറുത്തോണ്ടല്ല, वहां पर कुड़कुड़ाते हुए नहीं, ദൈവത്തെ സംശയിച്ചുകൊണ്ടല്ല, परमेश्वर के सामने डाउट करते हुए नहीं, ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മകളെ തുച്ഛീകരിച്ചുകൊണ്ടല്ല, परमेश्वर ने हमारे जीवन के अंदर किए हुए भलाइयों को तुच्छ जानते हुए नहीं, മറിച്ച് ദൈവം ചെയ്തതിന് സ്തോത്രം പറഞ്ഞുകൊണ്ട്, बल्कि परमेश्वर ने जो किया है उसको धन्यवाद बोलते हुए. ദൈവമേ അനേകർക്ക് ജോലി ഇല്ലാതെ ഇരിക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ എനിക്ക് ജോലി തന്നുവല്ലോ, അതിനായി സ്തോത്രം. परमेश्वर, कई सारे लोग जब काम के बिना है, आपने मुझे काम दिया है उसके लिए धन्यवाद. ദൈവമേ അനേകർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ ഇരിക്കുമ്പോൾ എനിക്ക് 3 നേരത്തെ ഭക്ഷണം തന്നുവല്ലോ, അതിനായി സ്തോത്രം. जब कई लोगों के जीवन के अंदर भोजन नहीं है, आपने हमें भोजन दिया है, परमेश्वर उसके लिए धन्यवाद. ദൈവമേ അനേകർ അനാരോഗ്യരായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആരോഗ്യം തന്നുവല്ലോ, അതിനായി സ്തോത്രം. जब कई सारे लोग बिना हेल्थ से हैं, आपने हमें अच्छा एक आरोग्य दिया, धन्यवाद. ദൈവമേ അനേകർക്ക് കിടപ്പാൻ പാർപ്പിടമില്ലാതിരിക്കുമ്പോൾ എനിക്കൊരു വാടക വീടാണെങ്കിൽ തന്നുവല്ലോ, അതിനായി സ്തോത്രം. जब कई सारे लोगों को वास करने के लिए घर नहीं है, हमें वास करने के लिए घर आपने दिया है, उसके लिए धन्यवाद. അപ്പം ഓരോന്നിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ, मेरे प्रियो, हर एक वस्तुओं के लिए धन्यवाद देते हुए अगर अपनी आवश्यकताओं को खुदा के चरणों में रखने से, യേശുവിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. यीशु मसीह के शब्दों को ध्यान करें. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ നിങ്ങൾ കല്ലിനെ കൊടുക്കുമോ? ഒരു ചോദ്യം. क्या तुम्हारा पुत्र अगर तुमसे या तुम्हारा संतान तुमसे अगर रोटी मांगे तो क्या तुम उसे पत्थर दोगे? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീനെ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ? ഒരു ചോദ്യം. क्या एक और सवाल है, तुम्हारी संतान तुमसे मछली मांगे तो क्या तुम उसे सांप दोगे? അങ്ങനെ ദോഷികളും പാപികളുമായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ, ऐसा है तो दोषी रहने वाले, पापी रहने वाले तुम तुम्हारे संतानों के लिए अच्छी वस्तुएं देना जानते हो तो, സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ऐसा है तो स्वर्गीय पिता मांगने वाले अपने संतानों को आशीष कितना अधिक नहीं देगा क्या? അപ്പൊ ഡേഞ്ചർ ഇൻ ക്രേവിംഗ്, അതിന്റെ നെഗറ്റീവ് വശം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ കർത്താവ് मेरे प्रियो, नकारात्मक इसका एक वश्य में आप लोगों के सामने कितना डेंजरस है कि हम कामुकता रखना, इसके बारे में मैंने आपसे बात किया. പോസിറ്റീവ് വശമുണ്ട്. इसका एक सकारात्मक भी है, ഈ ശബ്ദം 2 രീതികളാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. क्योंकि ये शब्द को 2 रीति से हम ध्यान करते हैं. ഇത് ചിന്തിക്കുന്ന വ്യക്തി ആസ്പദമാക്കി ഇരിക്കും ഈ ശബ്ദത്തെ നിർവചിക്കേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു. मैंने जैसे आरंभ में कहा, चिंता करने वाले चिंतक के रीति में इस शब्द को लेना जरूरी है.
സോ ഇന്ന് ഇതിന്റെ ഈ നെഗറ്റീവ് വശം നാം ചിന്തിച്ചപ്പോൾ आज अगर इसका नकारात्मक वश को अगर देखा है तो നമ്മളിൽ ആരെങ്കിലും, हम में से कोई भी, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും मेरे सुनने वाले आप में से कोई भी ഇസ്രായേൽ മക്കൾ ചോദിച്ചതുപോലെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ന് ആ ചോദ്യം നിർത്തണം. इसराइलियों के संतानों ने मांगा जैसे वैसे अगर मांग रहे हो तो वो सवाल को बंद करो। ദൈവത്തിനെതിരെ പെറുപെറുക്കരുത്. परमेश्वर के खिलाफ मत कुटकुटाओ। ദൈവം തന്നതിനെ തുച്ഛീകരിക്കരുത്. परमेश्वर जो दिया है उसको तुच्छ मत जानो। ദൈവത്തെ സംശയിക്കരുത്. परमेश्वर कभी डाउट मत करो। നമുക്ക് ദൈവത്തോട് അങ്ങനെ നാം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് ഒന്ന് ഏറ്റുപറയാം. ऐसा हमने किया है तो आज अपने पापों को परमेश्वर के सामने रखेंगे। കാരണം ഈ ദൈവം തിന്മകൾ പ്രവർത്തിക്കുന്ന ദൈവമല്ല, നന്മ ചെയ്യുന്ന क्योंकि ദൈവമാണ്. ये परमेश्वर बुराई करने वाला प्रभु नहीं है बल्कि अच्छाई करने वाला खुदा है। യാചിക്കുന്നവന്റെ യാചന നിരസിച്ചു കളയുന്ന ദൈവമല്ല, യാചിക്കുന്നവന്റെ യാചനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. मांगने वाले मांगों के ऊपर परमेश्वर अपना उत्तर देता है। കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് പറ, എനിക്കൊരു ജോലി വേണം, എനിക്കൊരു ഭവനം വേണം, എനിക്കൊരു വാഹനം വേണം, എനിക്കൊരു സാമ്പത്തിക നന്മ വേണം. ഇത് പറ, ദൈവം ചെയ്യുവാൻ സർവശക്തനാണ് ഉറപ്പേറ്റെടുക്കുക. परमेश्वर दिए हुए चीजों को धन्यवाद देते हुए परमेश्वर के सामने बोलो, प्रभु जी धन्यवाद, लेकिन मुझे ये चाहिए, ये वस्तुओं की जरूरत है। ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. क्यों ना इस समय पर प्रार्थना की ओर बढ़ेंगे। എല്ലാവരും അവരുടെ കണ്ണുകൾ അടച്ചാട്ട. अपनी आंखों को बंद करने पाए समय पर നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ട. अब रहने वाले सब जगह पर परमेश्वर की स्तुति करने ഒരു पाए, ദിവസം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ട. जरा चिंता करने पाए। നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ അനുഭവിക്കുവാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നുവോ? क्या कोई योग्यता था कि हम अनुभव करने वाले आशीषों को अनुभव करने के लिए? ഇന്ന് പകൽക്കാലം ജീവനോട് ഇരുന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ തിരുവചനം കേൾക്കുമെന്നും ആശ്വാസം പ്രാപിക്കുമെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചതാണ്? क्या आपने कभी चिंता किया था कि जीवित रहते हुए जीवित परमेश्वर के वचनों को सुन पाएंगे? ഇന്ന് പകൽക്കാലം ജീവനോട് ഇരിക്കുന്നതിന് ഒരു ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ അത്ഭുതവുമല്ലേ? क्या जीवित रहना परमेश्वर की एक आशीष और उसका अद्भुत नहीं? പിന്നെ ഓരോ ദിവസവും നമ്മെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താങ്ക്സ് ഗിവിംഗ്, നന്ദിയുടെ ഹൃദയത്തിലൂടെ വസിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. मेरे प्रियो परमेश्वर एक एक दिन धन्यवादी हृदय बनाते हुए उसकी चरणों में वास करने के लिए सहायता करे। ദൈവത്തോട് നാം ചോദിക്കുന്ന ചോദ്യ രീതികൾ നല്ലതായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. परमेश्वर से हम करने वाले हर एक सवाल को परमेश्वर आशीष करने के लिए हम प्रार्थना करें। പരിശുദ്ധനായ പിതാവേ, സ്വർഗ്ഗ നല്ല കർത്താവേ, Thank ഇന്ന് you, പകൽക്കാൽ ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡേഞ്ചർ ഓഫ് ക്രേവിംഗ്, കർത്താവേ, അതിന്റെ തിന്മ വശങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ചെറുതും വലുതുമായ നന്മകളെ തുച്ഛീകരിക്കാതെ അതിനെ അനുഗ്രഹത്തോടെ അനുഭവിക്കുവാൻ സ്വർഗം വെടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവായ ദൈവമേ, ഞങ്ങൾ ആരും ദുരാഗ്രഹികളായി മാറുവാൻ അനുവദിക്കുന്നു പ്രാർത്ഥിച്ചോ. ഞാൻ ഈ ജനത്തെ യേശു ക്രിസ്തു നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഈ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അത് യേശുവിൻ ധന്യനാമത്തിൽ തന്നെ നല്ല പിതാവേ. Amen. God Amen. bless you. Amen. ദൈവം സകല ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ ശക്തൻ, സർവശക്തൻ.